കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാര് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയെ സമീപിച്ചപ്പോൾ ആ മന്ത്രവാദി പറഞ്ഞിരുത്തൊരു ഐഡിയ ആണ്, ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞിനെ നിങ്ങൾ അങ്ങ് വിഴുങ്ങുക. നോക്കണം, ജീവനുള്ള കോഴിക്കുഞ്ഞിനെ അങ്ങ് വിഴുങ്ങിയിട്ട് ആ കോഴിക്കുഞ്ഞ് അങ്ങനെ വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത്. ഇതെവിടെ നടന്നെന്നറിയോ? വലിയ വിദ്യാസമ്പന്നരായിട്ട് എല്ലാം കൊണ്ടും തിളങ്ങുന്ന നമ്മുടെ മഹത്തായ ഇന്ത്യയിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ നടന്ന ഒരു സംഭവമാണിത് കഴിഞ്ഞ ദിവസം. അങ്ങനെ ജീവനുള്ള കോഴിക്കുഞ്ഞിനെ ഇദ്ദേഹം മന്ത്രവാദിയുടെ അടുത്ത് പോയി, അവിടുന്ന് ജീവനുള്ള കോഴിക്കുഞ്ഞിനെ മന്ത്രവാദി കൊടുത്തു, വിഴുങ്ങി. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത. അദ്ദേഹം തളർന്നു വീണു. അങ്ങനെ തളർന്നു വീണ സമയത്ത് എന്താണ് മരണകാരണമെന്ന് ആർക്കും അറിയുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും കാര്യമായിട്ട് അവർക്ക് ഈ ശ്വാസ തടസ്സമല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഈ മരണത്തിന് എന്താ എന്നുള്ളത്. അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന തീരുമാനത്തോടു കൂടി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഡോക്ടർ പോലും ഞെട്ടിയത്. കാരണം ജീവനുള്ള കോഴിക്കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്ന് എടുത്തെന്ന് പറയുന്നത്. കോഴിക്കുഞ്ഞ് ജീവനോടുകൂടി രക്ഷപ്പെട്ടു. പക്ഷെ ഈ അന്ധമില്ലാത്ത ഈ മന്ത്രവാദി പറഞ്ഞത് അതേപടി കേട്ട യുവാവ് മരണത്തിന് കീഴ്പ്പെട്ടു. കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ് ഈ പറയുന്നത്. എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളില്ലാത്തതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ അങ്ങേയറ്റം തലയിലേന്തിയിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലതും നടക്കുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല കേട്ടോ. അടുത്ത ദിവസം നമ്മുടെ കാസർഗോഡ് സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്തുള്ള ഒരു ആജിയാര്, ഒരു ബിസിനസ്സുകാരൻ വീണ്ടും 550 പവൻ സ്വർണം അതിൻ്റെ ഇരട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ജിന്നുമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ജിന്നുമ്മ അതൊക്കെ വളരെ സിമ്പിളായിട്ട് കൈക്കലാക്കിയിട്ട് മുപ്പത്തൊരു ആഡംബര ജീവിതമൊക്കെ നയിച്ച് അവസാനം ഇത് തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഹാജിയർ എന്തൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൈയൊക്കെ കെട്ടിയിരുന്നിട്ട് ഹാജിയാരെ പരലോകത്തേക്ക് ജിന്നുമ്മ തിരിച്ചയച്ചു. അതും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇപ്പോഴും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ തടസ്സങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള വലിയ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ച് നടന്നിട്ട് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വ്യക്തിയെ, ഈ കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയ ആ സഹോദരനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 10-15,000 പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പോസ്റ്റ്മോർട്ടം. ശരിയല്ലേ? ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നിന്ന് കിട്ടുന്നത് എന്താ? ജീവനുള്ള കോഴിക്കുഞ്ഞാണ്. അപ്പൊ എത്രമാത്രം മനുഷ്യന്റെ ബുദ്ധി പണയം വെച്ചിട്ടാണ് ഈ ചികിത്സാ രീതികൾക്കൊക്കെ പോകുന്നത്. ഓരോരുത്തരുടെ മതവും വിശ്വാസവും അനുസരിച്ചിട്ട് ആ രീതിയിലുള്ള ചെറിയ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ അന്ധകാലം മുതൽ ഇന്തകാലം വരെ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ്. കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വീടിന്റെ കാര്യത്തിന് അങ്ങനെ പല രീതികൾ. ഇനിയിപ്പോൾ എത്ര പ്രബോധനം നടത്തിയാലും എന്തു പറഞ്ഞാലും അതിന്റെ പിറകെ ജനങ്ങൾ പോകും. പക്ഷെ ഈ രീതിയിലൊക്കെ മനുഷ്യന്റെ മനസ്സങ്ങണ്ട് എന്താ പറയുക, അടിമപ്പെട്ടുകൊണ്ട് ഇതിനു മുന്നേ കുറച്ചു മുന്നേ അന്യ സംസ്ഥാനത്ത് ഇതേപോലെ തന്നെ എന്തോ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് നല്ല 2 മക്കളെ ബലി കൊടുത്തിരുന്നു. ഇങ്ങനെ ഇപ്പോഴും അന്ധമില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ തലച്ചോറ് പണയം വെച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ടുള്ളത് കൊണ്ടാണ് പല പാർട്ടികളും പിടിച്ചു നിൽക്കുന്നത്, പല വ്യക്തികളും പിടിച്ചു നിൽക്കുന്നത്. എന്താണെങ്കിലും കുഞ്ഞ് ഉണ്ടാവാൻ വേണ്ടി ഇതുപോലുള്ള ഓരോ പോയത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ചിന്തിക്കുക, ഒരു കുട്ടി ഇല്ല എങ്കിൽ അത് ദൈവനിശ്ചയം, കുഞ്ഞുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. പക്ഷെ നിലവിലുള്ള ജീവനെ നശിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള പോയത്തരങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ തലച്ചോറ് അടിമപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഈ ആൾ ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പല ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ തല ഒക്കെ താഴ്ത്തിയിട്ട് പല ആഗ്രഹങ്ങളും പറയുന്നു, പല മനസ്സമാധാനമില്ലായ്മ പറയുന്നു. ആ ആൾ ദൈവങ്ങളോട് 5 മിനിറ്റ് ഇരുന്ന് അവർക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ കുറച്ചു മുന്നേ ഇതുപോലെ എൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് വന്നു. ആ ക്ലൈൻറ്റ് ആൾ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറെ ടെൻഷനും സ്ട്രെസ്സൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര അസ്വസ്ഥത, പേടി, കാര്യങ്ങൾ. എനിക്ക് ഈ വ്യക്തിയെ വലിയ അടുപ്പല്ല അല്ലെങ്കിൽ പരിചയമില്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥകൾ പിന്നീടാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു വലിയ ആൾദൈവമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ
ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ജനങ്ങളെയൊക്കെ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാം, അതെൻ്റെ ബിസിനസ്സാണ് എന്നുള്ളത്. അപ്പം അയാളെ അസ്വസ്ഥത എന്താണ്, അതൊരു വിശാലമായ കഥയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയാം. ആൾദൈവങ്ങൾ ഉണ്ടാക്കുന്ന പൊട്ടത്തരങ്ങൾ, അല്ലെങ്കിൽ ആൾദൈവങ്ങൾ നമ്മുടെ ബുദ്ധിയെ ഒക്കെ വശീകരിച്ചു കൊണ്ട്, അത് ഏത് ജാതിയാവട്ടെ മതാവട്ടെ കേട്ടോ, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ബുദ്ധി കൊണ്ട് കുറച്ചെങ്കിലൊക്കെ നമുക്കൊരു വകതിരിവില്ല എങ്കിൽ ഇതുപോലുള്ള ആൾദൈവങ്ങൾ അത് ഏത് ജാതിയിലാവട്ടെ അല്ലെങ്കിൽ മതത്തിലാവട്ടെ ഏത് വിഭാഗത്തിലാവട്ടെ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തനി വിഡ്ഢികളായിട്ട് ജീവിക്കേണ്ടി വരും. വലിയ വലിയ ചില ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന വലിയ മജ്‌ലിസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നിട്ട് അതിലിങ്ങനെ ആത്മീയ താളത്തിലുള്ള വലിയ സംസാരങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ പെട്ടുപോകും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മനസ്സ് ഏത് രീതിയിലാണോ അങ്ങനെയുള്ള നേതാക്കന്മാരെ നമുക്ക് തരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയതയിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളത്. നമ്മൾ ഈ ജനങ്ങളെ പറ്റിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സ്വന്തം കുടുംബത്തിൽ ഉമ്മയോട് പെരുമാറാൻ അറിയാതെ, അമ്മായിമ്മോട് പെരുമാറാൻ അറിയാതെ, മരുമകളോടൊന്ന് പെരുമാറാൻ അറിയാതെ, ഒരു സ്നേഹ സമാധാനത്തിൽ സംസാരിക്കാൻ അറിയാതെ പല ഇതിൻ്റെ മജ്‌ലിസിൻ്റെ അല്ലെങ്കിൽ പല ഇതിൻ്റെ പിന്നാലെ പോവുക പല ആളുകൾ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ആ വലിയ മഹാനാണെന്ന് പറയുന്ന ആളോട് കരഞ്ഞ് പറയുക. അയാളുടെ ഉള്ളിൽ ചിരിയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അയാൾ സ്വന്തം ഫാമിലിയിൽ നല്ല രീതി പെരുമാറാതെയാണ് ഇവിടെ ആയിരങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ വെളിച്ചപ്പെടുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു സ്നേഹ കാരുണ്യം ദൈവതൃപ്തിയിൽ ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ ഈ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഒരു കാപഢ്യവുമാണ് എങ്കിൽ അങ്ങനെയുള്ള പല രീതിയിൽ അത് ചിലപ്പോൾ യൂട്യൂബ് ചാനലിലത്തെ മജ്‌ലിസിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതിലായിരിക്കാം, നമ്മളെയും കൊണ്ടുപോയി പടച്ചോനെത്തിക്കും കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നിലവിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പെരുമാറേണ്ട മാതാപിതാക്കൾ, അയൽവാസികൾ, അവരോടൊക്കെ കുറച്ച് സ്നേഹം ബഹുമാനം നല്ല രീതിയിലൊക്കെ വേണ്ട കാര്യങ്ങൾ, സഹായം കൊടുത്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മൾ വലിയ ആൾക്കാരെ പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് മറ്റൊരാളുടെ മുന്നിൽ പണയം വെക്കാതെ കുറച്ചൊക്കെ ബോധത്തോടു കൂടി ജീവിക്കുക. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ അവിടെ ചസ്കണ്ടിൽ കോഴിക്കുട്ടിനെ വിഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളോട് ചില ആടുകുട്ടിനൊക്കെ വിഴുങ്ങാൻ പറയും. എന്താ ചെയ്യുക? നമ്മൾ അങ്ങനെ അങ്ങണ്ട് അന്ധമായി വിശ്വസിച്ച ഗുരു പറയുമ്പോൾ ചെയ്യേണ്ടി വരൂല മക്കളെ. അപ്പോൾ കുറച്ചൊക്കെ ചെറിയൊരു ബുദ്ധിയൊക്കെ ഉള്ളത് നല്ലതാണ് എന്നുണർത്തിക്കൊണ്ട് തൽക്കാലം വിട. സ്നേഹത്തോടു കൂടി റസാൻ നിസാം.